ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ല എന്ന് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. കട്ടിളപ്പാളിയിലെ സ്വർണം ഉരുക്കിയെടുക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ജാംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ട് SITക്ക് ലഭിച്ചു. ഇതിനിടെ SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്ത സംഭവത്തിൽ തിരുവനന്തപുരം VSSCയിലായിരുന്നു ആദ്യ ശാസ്ത്രീയ പരിശോധന. എന്നാൽ എത്രത്തോളം സ്വർണം നഷ്ടമായതിനെക്കുറിച്ച് ഈ പരിശോധനയിൽ കൃത്യമായ വിവരമുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ജംഷഡ്പൂരിലെ ലബോറട്ടറിയിൽ വീണ്ടും പരിശോധന നടത്തിയത്. ഇതിലാണ് പാളികൾ പൂർണ്ണമായും മാറ്റിയിട്ടില്ലെന്ന് കണ്ടെത്തിയത്. ചെമ്പ് പാളികളിൽ പൂശിയ സ്വർണം ഉരുക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം സ്വർണം നഷ്ടമായെന്നും പുതിയ പരിശോധനാ റിപ്പോർട്ടിലുണ്ട്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബോറട്ടറിയിലെ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് പരിശോധിച്ച് വരികയാണ്. SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന നിലപാടിലാണ് ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ. ഞങ്ങൾക്ക് ഇതുവരെ തൃപ്തിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളതുകൊണ്ട് നിയമോപദേശം നേടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ കേസിൽ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം വൈകാതെ കടക്കും. ഇതിനു മുമ്പ് സർക്കാരിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി തേടും. മീഡിയ 1 തിരുവനന്തപുരം.